ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ചില്ലി ചിക്കനാണ്. ചില്ലി ചിക്കൻ എന്ന് വെച്ചാൽ ഒരു തിക്ക് ഗ്രേവി ടൈപ്പ് ഒരു ചില്ലി ചിക്കൻ. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കണ്ടു നോക്ക്. തിക്ക് ഗ്രേവി ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റല്ല എടുത്തിരിക്കുന്നത്, നമ്മുടെ എല്ലില്ലാണ്ട് തന്നെ ചിക്കൻ നമ്മുടെ തൈസിൻ്റെ ഭാഗത്ത് നിന്ന്, ഡ്രം സ്റ്റിക്കിൻ്റെ മുകളിലുള്ള ഭാഗത്തു നിന്ന് ഉള്ള മീറ്റ് മാത്രം എടുത്തേക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ എന്ന് വെച്ചാൽ ഇത്തിരി ടേസ്റ്റ് കൂടുതലായിരിക്കും, സോഫ്റ്റുമാണ് ആ സാധനം. ബ്രസ്റ്റ് ആകുമ്പോൾ വെച്ചാൽ അത്ര രുചികരമായിരിക്കില്ല. നമ്മുടെ മലയാളികൾക്ക് കണ്ട മറ്റുള്ള ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ബ്രസ്റ്റ് യൂസ് ചെയ്യാറ് സാധാരണ കൊടുക്കാനൊക്കെ ഉപയോഗിക്കും. നമ്മൾ കാറ്ററിങ്ങിന് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ബ്രസ്റ്റാണ് യൂസ് ചെയ്യാറ്. ഇതെടുക്കണമെങ്കിലും പണിയാണ്, നമ്മൾ അത് മെല്ലുമെന്നൊക്കെ പിടിച്ചേക്കാം. അപ്പോൾ ഒരു മുട്ട അതിനകത്തോട്ട് ആദ്യം ഒഴിച്ചു. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി എന്ന് വെച്ചാൽ വൈറ്റ് പെപ്പറിനാണ് ഇട്ട, വൈറ്റ് പെപ്പർ എന്ന് വെച്ചാൽ ഇവിടെ പറയാറില്ല, ബ്ലാക്ക്. പിന്നെ ഒരു സ്പൂൺ 1/2 സ്പൂൺ സോൾട്ട്. അത് ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം. ഞാനൊരു 5-6 തൈസ് എടുത്തിട്ടുള്ള ആകെ, അതനുസരിച്ച് ഇടാം. പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൊടി ഉണ്ട്. കാശ്മീരി ചില്ലി പൊടി വെച്ചിട്ട് കളർ കിട്ടാൻ വേണ്ടി. പിന്നെ ഒരു ലേശം കളർ ഒഴിച്ച് ഞാൻ, റെഡ് കളർ എന്ന് വെച്ചാൽ അത്രയും കാശ്മീരി ചില്ലി ഇട്ടാലും ഒരു കളർ കിട്ടണമെന്നില്ല. എന്നാലും ഞാൻ പൊടിക്ക് ഒഴിച്ചുള്ള കളർ, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ലൈറ്റ് സോയാ സോസ് 1 സ്പൂൺ, ലൈറ്റ് സോയാ സോസ് ഒഴിച്ചാൽ മതി. വെച്ചാൽ ഡാർക്ക് ഒഴിച്ചാൽ കളറും മാറിപ്പോവും, ഭയങ്കര ഇതാവുകയും ചെയ്യും. ഇത് ലൈറ്റ് സോയാ സോസിന് 1 സ്പൂൺ ഒഴിച്ചത്. അതിനുശേഷം നമ്മളതിനെ നന്നായിട്ടാണ് മിക്സ് ചെയ്യുക. മൊത്തം ആ മുട്ടയും ആ ഇതൊക്കെ കൂടിയാണ് എല്ലായിടത്തും ആവാത്തൊക്കെ ഇതിലാണ് ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം അവിടെ വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ചില ആൾക്കാർ ചെറുനാരങ്ങനീര് ഒഴിക്കും. ചെറുനാരങ്ങനീര് ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടും. ചെറുനാരങ്ങനീര് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെറുനാരങ്ങനീരൊന്നും യൂസ് ചെയ്തിട്ടില്ല. വേണ്ട ആൾക്കാർക്ക് 1 സ്പൂൺ ചെറുനാരങ്ങനീര് വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഒഴിച്ചിട്ടില്ല. ഞാൻ ഒരു വേറൊരു ടേസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒഴിച്ചില്ല. പിന്നെ 3 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ നേരെ അതിനകത്തോട്ട് ഇട്ട്, വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ വെള്ളം ഒഴിക്കാറില്ല. വെള്ളം ഒഴിക്കാണ്ട് തന്നെ 3 സ്പൂൺ കോൺഫ്ലവർ പൗഡർ ഇട്ടിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ശരിക്കും മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമുക്കതിനെ വറുത്തെടുത്തിട്ടാണ് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ പൗഡർ എല്ലായിടത്തും അകത്തൊക്കെ ഇതിൽ ശരിക്കും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അത് വന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ നല്ലതാണ്. 10 മിനിറ്റ് വെക്കുന്നത് നല്ല, അല്ലെങ്കിൽ ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടിട്ട് 10 മിനിറ്റ് വെച്ചാലും മതി. അപ്പോൾ ഒന്ന് ഉള്ളോട്ട് പിടിച്ചോളും. കോൺഫ്ലവർ ഇട്ട് വെക്കണേക്കാളും നല്ലത് ആദ്യമേ എടുത്ത് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു പാത്രം, നല്ല കട്ടിയുള്ള പാത്രം എടുത്തിട്ട് വറക്കാൻ പറ്റിയൊരു പാത്രം, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകാൻ വയ്ക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ ഓരോ പീസായിട്ട് എടുത്തിടുക. അതല്ലെങ്കിൽ ഒരുമിച്ച് വാരിയിട്ട് അത് കട്ട കുത്തിപ്പോവും. കോൺഫ്ലവർ ഇട്ട് വെച്ച കാരണം കൊണ്ട് ഇങ്ങനെ സെറ്റായി പോകും. അപ്പോൾ ഓരോ പീസിലാണെങ്കിൽ അത് നന്നായിട്ട് വിട്ട് കിട്ടുകയും ചെയ്യും, പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ അതിങ്ങനെ ഒരുമിച്ച് ഒറ്റ പീസായി പോകും. അത് വളരെ ശ്രദ്ധിച്ചിടുക. അപ്പോൾ കൈയൊക്കെ പൊള്ളാണ്ട് സൂക്ഷിക്കുക എല്ലാവരും. അങ്ങനെ വറുത്ത് അതിനെ എണ്ണയിലിട്ടിട്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കാവും. നമ്മൾ ഉടനെ ഇട്ടപ്പം തന്നെ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺഫ്ലവർ അതിൽ നിന്ന് വിട്ടും മറ്റുള്ളവരോട്ട് വിട്ടു. അപ്പോൾ ഒന്ന് ഇട്ട് കഴിഞ്ഞൊരു ഇത്തിരി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കാണ്ട, ഇതുപോലെ നല്ല നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ചിക്കനും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് വറുത്തെടുക്കുക. വറുത്ത് ഓവറായിട്ട് വറുത്ത് പോകരുത്, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിൽ തന്നെ ഇടുകയും ചെയ്യണം. സൂക്ഷിക്കുക, എണ്ണ പൊട്ടിത്തെറിക്കാണ്ടൊക്കെ സൂക്ഷിക്കുക എടുക്കുമ്പോൾ. ചിക്കൻ ഇങ്ങനെ പച്ച ചിക്കൻ എടുത്തിടുമ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത കൂടുതൽ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം, എല്ലാവരും ചെയ്യണം ആൾക്കാർ. അതിന് ശേഷം ചിക്കൻ മാറ്റി വയ്ക്കുക, വറുത്ത് കോരിയത്.
അതിനുശേഷം നല്ല കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, ഒരു 3-4 സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ കുത്തിയരിഞ്ഞ് വെച്ചാണ് ജിഞ്ചർ ഒരു 2 സ്പൂൺ ഇടുക. ജിഞ്ചർ 2 സ്പൂൺ. നമ്മുടെ ഗാർലിക് കൂടെ 2 സ്പൂൺ. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് അതായിരിക്കണം ഇടണം, അത് ഇട്ടാൽ അല്ലാണ്ട് പേസ്റ്റല്ല ഇടേണ്ടത്. കൊത്തിയരിഞ്ഞത് ഇടുക, ഫ്രഷ് ആയിട്ടുള്ളത് നന്നായിട്ട് കൊത്തിയരിഞ്ഞിടുക. 2 സ്പൂൺ വെച്ചിട്ടാൽ മതി ജിഞ്ചറും ഗാർലിക്കും. അതിനൊന്ന് ഇളക്കി ഒന്ന് ആ പച്ചക്കുത്താണ്ട് കളയുക. പച്ചക്കുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചമുളക് ഇടുക, ഒരു 3 അല്ലെങ്കിൽ 4. അത് പച്ചമുളകിൻ്റെ എരിവും കൂടി നിങ്ങൾ നോക്കിയിട്ട് ഇടാൻ. ചിലപ്പോൾ ഈ ബേഡ് ചില്ലി എന്ന് പറഞ്ഞാൽ പച്ചമുളക് ഉണ്ട്, അത് എരിവ് കൂടുതലായിരിക്കും. നമ്മുടെ സാധാ വലിയ പച്ചമുളക് തന്നെയാണെങ്കിൽ എരിവ് കുറവായിരിക്കും. അപ്പോൾ ഇത് ഇത്തിരി എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ അതിന് 3-4 പച്ചമുളക് ഇട്ടുള്ളൂ. പിന്നെ പിള്ളേർക്കൊക്കെ അതിൻ്റെ വരുള്ളൂ. പച്ചമുളകും ആ ജിഞ്ചറും അതൊക്കെ വാടി വന്നതിന് ശേഷം നമ്മുടെ സോയാ സോസ്, ഇത് ഡാർക്ക് സോയാ സോസാണ് ഒഴിച്ചത്. 2 സ്പൂൺ ഡാർക്ക് സോയാ സോസ്. ഡാർക്ക് ഒഴിച്ചാലാണ് അതിനൊരു കളർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു കളർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ലൈറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ അത്ര കളർ ഉണ്ടാവില്ല. പിന്നെ 3 സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് അതൊഴിച്ച് 3 സ്പൂൺ. നല്ല ചൂടാണ് ചട്ടി എപ്പോഴും ഇത്രയും ചൂടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. ഞാനിതിപ്പോൾ ഇൻഡക്ഷൻ കുക്കർ കാരണം ഓഫ് ചെയ്തില്ല. ഒന്നില്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ആകുമ്പോൾ മാറ്റി വെച്ച് ചെയ്യുക, ഇങ്ങനെ പുറകോട്ട് നീക്കി വെച്ചിട്ട് അതിനകത്ത് ഒഴിക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോകരുതൊരിക്കലും. ഞാനിപ്പോൾ അതുകൊണ്ടാണ് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊക്കി പിടിച്ചൊന്ന് ഇളക്കിയത്. നല്ല ചൂടായ കാരണം കൊണ്ട് ഇവിടെ നിന്ന് കരിഞ്ഞു പോകണ്ടില്ലെന്ന് പറഞ്ഞാൽ പൊക്കി പിടിച്ച് ഇളക്കിയത്. അപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം എപ്പോഴും. എന്ന് വെച്ചാൽ കട്ടി കൂടുതലാകുമ്പോൾ അങ്ങനൊരു വിഷയങ്ങളുണ്ട്. അപ്പോൾ തന്നെ പിന്നെ ഓണിയനും സെല്ലറിയും കൂടി ഇട്ടൊന്നും ആദ്യം ഇടുക. ഓണിയനും സെല്ലറിക്കൊന്നും ഒത്തിരി കട്ടി കൂടുതലാണല്ലോ, അപ്പോൾ അതൊന്ന് വാടി കിട്ടാൻ ഇച്ചിരി സാവകാശം എടുക്കും. അപ്പോൾ ഓണിയനും സെല്ലറിയും ആദ്യം ഇട്ടിട്ട് അതൊന്ന് ഇളക്കി വയ്ക്കുക അവിടെ. ഒരു സ്പൂൺ ചില്ലി സോസ് ഒഴിക്കുക. ചില്ലി സോസ് നമ്മുടെ എരിവും കൂടി നോക്കിയിട്ടാണ്. ഇതിവിടെ അത്ര വലിയ എരിവുള്ള ചില്ലി സോസ് അല്ല, റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ ഗ്രീൻ ചില്ലി സോസൊക്കെ ആണെങ്കിൽ എരിവ് കൂടുതലായിരിക്കും. ആ ചില്ലി സോസ് ഇട്ടതിന് ശേഷം നമ്മുടെ പെപ്പർ 2-3 കളർ ഉണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അതും ഇടാം. അത് പിന്നെ അധികം വാടണ്ട, ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കടി കിട്ടുന്ന സാധനങ്ങളൊക്കെ. പിന്നെ സെല്ലറി അരിഞ്ഞ് വെച്ചതെന്ന് വെച്ചാൽ സെല്ലറി വേണമെങ്കിൽ അവസാനം ഇട്ടാലും മതി. ഇപ്പോൾ ഇടാൻ കാരണം എന്ന് വെച്ചാൽ അത് തണ്ടാണ് കൂടുതൽ, കട്ടിയുള്ള തണ്ടാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ നേരത്തെ ഇട്ടത്. സാധാരണ ആൾക്കാരെല്ലാം കഴിഞ്ഞിട്ട് ഫിനിഷിങ് പോയിന്റിൽ ഇടാറുള്ളൂ സെല്ലറി. നേരത്തെ ഇടുന്നതെന്ന് വെച്ചാൽ ആ കട്ടിയുള്ള തണ്ടായതുകൊണ്ട് ഇട്ടത് ഞാൻ. അതിനുശേഷം 1 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് 1 സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി അതിട്ട് ഒഴിക്കുക. അപ്പോൾ അത് തിളച്ച് നല്ല ചൂടായിരിക്കണമല്ലോ, അപ്പോൾ തിക്കാവും. ഇപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി വെള്ളം കുറവാന്ന് തോന്നിയിട്ട് ഞാനൊരു കുറച്ചും കൂടി വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു. വളരെ കുറച്ച് വെള്ളം, ഒരു 3-4 സ്പൂൺ വെള്ളം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇതിപ്പോൾ വളരെ തിക്കായിട്ട് തോന്നി, എന്ന് വെച്ചാൽ അത്ര അങ്ങോട്ട് ഗ്രേവി കിട്ടില്ല. അപ്പോൾ ഇത്രയും വെള്ളം ആദ്യം ഒഴിച്ച അത്രയും തന്നെ വെള്ളം വീണ്ടും ഒഴിച്ചത്. ഇപ്പം നല്ല തിക്കായിട്ട് വരുന്നുണ്ട്, കണ്ട നല്ല തിക്ക് ഗ്രേവി ആയിക്കോളൂ. നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി കഴിയുമ്പോൾ തിക്കായിക്കോളും. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷമാണ് ഉപ്പിടാൻ വേണ്ടി. ഉപ്പെന്ന് വെച്ചാൽ അത് സോയാ സോസിനൊക്കെ സോൾട്ട് ഉണ്ടാകും, അതുകൊണ്ട് എപ്പോഴും അവസാനം ഉപ്പിടാവും. അപ്പോൾ 1 സ്പൂൺ സോൾട്ട് നമ്മളിട്ടു. എന്നിട്ട് അത് ഇളക്കിയതിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ എരിവും ശരിക്കും ഒരു ഇത്തിരി കുറവാണ്. ശരിക്കും നമ്മുടെ ഒരു രീതിക്കുള്ള എരിവ് ഇല്ല, പച്ചമുളകൊക്കെ ആയാലും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂട്ടിയിടാം. അത് പച്ചമുളക് ഇടുമ്പോഴും എരിവ് കൂട്ടിയിടാം, കുരുമുളക് പൊടി ഇടുമ്പോഴും അതിൻ്റെതായ എരിവ് നോക്കിയിടാം. നാട്ടിലെ കുരുമുളക് പൊടി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല കുരുമുളക് പൊടിക്ക് ഇവിടുത്തേനേക്കാളും എപ്പോഴും എരിവ് കൂടുതലായിരിക്കും. നമ്മൾ ഒട്ടുമിക്കതും വീടുകളിൽ സ്വന്തം പൊടിക്കുന്ന പൊടിയായിരിക്കും, ഇവിടെയൊക്കെ വരുന്ന പൊടികളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ച ചിക്കൻ അങ്ങനെ മൊത്തം ഇടുക, അതിനകത്തോട്ട് മൊത്തം ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഗ്രേവി വേണമെങ്കിൽ വെള്ളം ആദ്യമേ കൂട്ടി കോൺഫ്ലവർ കലക്കി ഒഴിക്കുമ്പോൾ, അല്ലെങ്കിൽ തിളച്ചവെള്ളം ഒഴിച്ചിട്ട് കോൺഫ്ലവർ കലക്കി ഒഴിക്കുമ്പോൾ അത് കൂട്ടി എടുക്കുക. വെള്ളം ഗ്രേവി തിക്ക് വേണമെങ്കിൽ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിക്കായിട്ടിരിക്കുന്നത്
ഇച്ചിരി കൂടി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ മതിയായിരുന്നു. ആദ്യമേ ഒഴിച്ചപ്പോൾ തന്നെ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് തിളപ്പിച്ച് എന്നിട്ട് അതിനകത്തൊരു ചിക്കൻ ഇട്ടാൽ മതി. ഓൾറെഡി ഇതിനകത്തുള്ള വെള്ളം കുറച്ച് ചിക്കൻ വലിക്കും. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ചിക്കനൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ചിക്കൻ വലിക്കും. ചിക്കൻ ഇപ്പോൾ വറുത്ത് വയ്ക്കണല്ലേ, അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം നിങ്ങൾ. പിന്നെ സാധാരണ ആൾക്കാർ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പം ഷുഗർ ഇടും. ഞാനിവിടെ ഷുഗർ യൂസ് ചെയ്തിട്ടില്ല. ടൊമാറ്റോ കച്ചപ്പ്, സ്വീറ്റ് ടൊമാറ്റോ കച്ചപ്പ് ഇട്ടുവിടാം, സ്വീറ്റ് ആൻഡ് ചില്ലി എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഇപ്പോൾ ഞാനൊരു സ്പൂൺ സ്വീറ്റ് ആൻഡ് ചില്ലി ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചു. അപ്പോൾ അതിന് വേറൊരു ഫ്ലേവറുമാണ്. അപ്പോൾ ആ മധുരത്തിനൊട്ട് ചെറിയൊരു മധുരവും കിട്ടി, ആ ഒരു ടൊമാറ്റോയുടെ ഒരു ചെറിയൊരു ഫ്ലേവർ കുറവുണ്ടായി, അതും കിട്ടി. ഇനി നമ്മൾ സർവ് ചെയ്ത് മാറ്റി കഴിക്കാനുള്ള നോക്കാം. ഇത് ചപ്പാത്തിയുടെ കഴിക്കും ആൾക്കാർ, പൊറോട്ടയുടെ കഴിക്കും. ഡ്രൈ ആയിട്ട് ഗ്രേവി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രേവിയുടെ കൂടെ ഇതും കൂടി കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് എടുക്കാം. ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഫുഡ് ട്രയൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മളിതുപോലെ ഫുഡിൻ്റെയും ട്രാവലിങ്ങും ഒക്കെ ആയിട്ടൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്, നന്ദിയുണ്ട് എല്ലാവർക്കും.